വെൽക്കം ടു Kitchentales. ഇന്നിപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ആ. 2 റെസിപ്പീസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ഞാൻ ഒരിക്കലും ചെയ്യാത്ത ഡെസേർട്ടിന്റെ ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡെസേർട്ട്. ഞാനൊരു കുക്കിംഗ് ക്ലാസ്സിന് പോയപ്പോൾ പഠിച്ച. രണ്ടാമത്തെ ജിജോയുടെ തറവാട്ടിൽ എപ്പോഴും ലൊക്കേഷൻ ഒന്നുമില്ല, എപ്പോഴും വെക്കും മട്ടൺ സ്റ്റൂ. എല്ലാവരും വെക്കണമായിരിക്കും, ബട്ട് ഇവിടത്തെ ഭയങ്കര ടേസ്റ്റാണ്. അതാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഒരു 10 കൊല്ലം മുമ്പ് ഒരു കുക്കിംഗ് ക്ലാസ്സിന് പോയപ്പോൾ പഠിച്ച റെസിപ്പി ആട്ടെ. ദിയയുടെ റെസിപ്പിയാണ്. ദിയ ഇപ്പോൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചേനെ. ഞാൻ അന്ന് ജിജോയുടെ ബർത്ത്ഡേക്ക് റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പി ഇട്ടായിരുന്നില്ല, അതും ആളുടെയാ. കുറേ ഡെസേർട്സിന്റെ റെസിപ്പി. ഇതിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കണ പനക്കോട്ടയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി. പിന്നെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലോട്ടുള്ള എൻ്റെ കോമ്പിനേഷൻസും. ഇതൊരു പാനക്കോട്ടയുടെ ഒരു സിമ്പിൾ വേർഷനാണ് ചെയ്യണേ. ബേസിക്കലി അമുലിൻ്റെ ഫ്രഷ് ക്രീം, കേർഡ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും, ജലാറ്റിനിൽ സെറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ജലാറ്റിൻ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. 1 ടീസ്പൂൺ ജലാറ്റിൻ 1.5 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അതൊന്ന് നന്നായിട്ട് സോക്ക്ഡ് ആവട്ടെ ഒരു 10 മിനിറ്റ്. ഫ്ലേവേർഡ് ജലാറ്റിൻ അല്ല, പ്ലെയിൻ ജലാറ്റിൻ വേണം എടുക്കാൻ. 1 കപ്പ് നല്ല തിക്ക് കേർഡ്. സെറ്റ് കേർഡ് യൂസ് ചെയ്യണം, നല്ല തിക്ക് കേർഡ് വേണം, അത്രേ ഉള്ളൂ, പുളിയില്ലാത്ത. ഇനി 2 സാധനങ്ങൾ ഈ പാനക്കോട്ടയ്ക്ക് സ്പെഷ്യലായിട്ട് വേണം. വനില എക്സ്ട്രാക്റ്റും വനില ബീൻ പേസ്റ്റും. രണ്ടും സ്പ്രിഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അവൈലബിളാണ്. 1 ടീസ്പൂൺ ഈ ഒരു വനില എക്സ്ട്രാക്റ്റ് തന്നെ എടുക്കണേ, ബിക്കോസ് മറ്റേതിനൊക്കെ വേറൊരു ടേസ്റ്റ് വരും. നല്ലൊരു മൈൽഡ് ടേസ്റ്റാണ്. സ്പ്രിഗിൻ്റെ തന്നെ വാനില ബീൻ പേസ്റ്റ് വിത്ത് സീഡ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇത് 1/2 ടീസ്പൂൺ. ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഇനി ചൂടാക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ്. ചൂടാക്കാനായിട്ട് വീണ്ടും 3/4 കപ്പ് ഫ്രഷ് ക്രീം, 1/3 കപ്പ് ഷുഗർ. തിളയ്ക്കാൻ പാടില്ല, നേരിയതായിട്ട് സ്റ്റേർ ചെയ്തുകൊണ്ട് ചൂടാക്കാം. സ്റ്റേർ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ പിരിഞ്ഞു പോലെ വരുവേ. നന്നായിട്ട് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത ജലാറ്റിൻ ഉണ്ടല്ലോ, അത് ഈ ചൂടായിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടായിട്ടുള്ള ഈ ക്രീം ആൻഡ് ഷുഗർ മിക്സിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ജലാറ്റിൻ നന്നായിട്ട് ഡിസോൾവ് ആവണേ ഈ മിക്സിൽ. എന്നിട്ട് ഇത് ചൂടായിട്ട് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ചില്ലേ ഫ്രഷ് ക്രീമും കേർഡൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുക, ചൂടായിട്ട് തന്നെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ പാനക്കോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സെറ്റ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഡെസേർട്ട് സെർവ് ചെയ്യാവുന്ന ബൗളിൽ വെക്കാം, അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ സെറ്റ് ഇതാക്കിയാലും മതി. ഡെസേർട്ട് ബൗളിലാകുമ്പോൾ ഷേപ്പായിട്ടിരുന്നോളും. ഇനി മേലെ നമുക്ക് പല ടൈപ്പ് ഫ്രൂട്ട്സിൻ്റെ ടോപ്പിംഗ് കൊടുക്കാനുള്ള, അത് കാരണം കുറച്ച് സ്പേസ് ഇടണം കേട്ടോ മുകളിൽ ഫില്ല് ചെയ്യാനായിട്ട്, മുകളിൽ ഇടാനായിട്ട്. അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് ടോപ്പിംഗ് ചെയ്യാം. ഇനി ഇങ്ങനെ തന്നെ തുറന്നിട്ട്, കവർ ചെയ്യരുത്, തുറന്നിട്ട് റെഫ്രിജറേറ്റ് ചെയ്യുക. നന്നായിട്ട് തണുത്തിട്ട് വേണം ക്ലിം ഫിലിം വെച്ചിട്ട് മൂടിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. നന്നായിട്ട് തണുക്കട്ടെ, എന്നിട്ട് ക്ലിം ഫിലിം വെച്ച് മൂടാം. ഇതിലും സിമ്പിൾ ഡെസേർട്ട് എനിക്കറിയില്ല കേട്ടോ. വേറെ ഒന്നുമില്ല, യോഗേർട്ടും ക്രീമും വാനില ബീൻ പേസ്റ്റും വാനില എസൻസും ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക, ജലാറ്റിനായിട്ട് സെറ്റ് ചെയ്യുക. ഇനി മട്ടൺ സ്റ്റൂ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന അറിയാം, ബട്ട് ജിജോയുടെ തറവാട്ടിൽ ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ചെയ്യാൻ എവിടെയും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഈ റെസിപ്പി ഇടാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയണ്ടായിരുന്നു അവിടുത്തെ റെസിപ്പി തന്നെ ഇടാനായിട്ട്. അവരവിടുന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ 1 kg മട്ടൻ്റെ മെഷർമെൻറ്റാണ് പറയാൻ പോണേ. എപ്പോഴും മട്ടനായാലും ചിക്കൻ സ്റ്റൂന്നാണെങ്കിലും അല്ലെങ്കിൽ മട്ടൻ്റെയും ചിക്കൻ്റെയൊക്കെ ഏത് പ്രിപ്പറേഷൻ ആണെങ്കിലും ഇതിലെ മട്ടനിലെ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം പ്രഷർ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആദ്യം ചെയ്യണേ. ഇനി ഒരു ടീസ്പൂൺ ഉപ്പ്, പെപ്പർ 1/2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് ഗ്രൗണ്ട് ചെയ്ത പെപ്പർ കേട്ടോ, അതാണ് എപ്പോഴും ടേസ്റ്റ്. ആൻഡ് സവാള 1.5 കപ്പ് നീളത്തിലരിഞ്ഞിട്ട്, തിന്നായിട്ട് നീളത്തിലരിയണേ. ആൻഡ് ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1.5 ടീസ്പൂൺ. പച്ചമുളക് ഒരു 4 എണ്ണം ഇതുപോലെ കീറി ഇതിലേക്ക് ഇടാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുക, ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയേ. ഏലക്ക 4 എണ്ണം, കരയാമ്പൂ 4 എണ്ണം, ആൻഡ് കറുവപ്പട്ട 2 മീഡിയം സൈസ്, കൂടണ്ട. എന്നിട്ട് മെയിനായിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ചിലർക്ക് മഞ്ഞ കളറിൽ സ്റ്റൂ ഇരിക്കുന്ന ഇഷ്ടമാണ്, അപ്പോൾ ഈ സമയത്ത് ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇടാം. ഞാനിപ്പോൾ നല്ല അനിയൻ സൂപ്പൊക്കെ ഇല്ലേ, നമ്മുടെ ഫ്രഞ്ച് അനിയൻ സൂപ്പ്, ആ ഒരു കളറിലുള്ള ഉണ്ടാക്കണേ. ഇനി സ്റ്റവ് ഓൺ ചെയ്യുക ആൻഡ് നന്നായിട്ട് തിളപ്പിക്കാം. ഇതിൽ ഫുൾ വെള്ളം വറ്റണ വരെ തിളപ്പിക്കാം. മട്ടൻ തിളപ്പിക്കാം. ഇത് കണ്ടോ, വെള്ളം വന്നു തുടങ്ങി. ഇനി ഇത് വറ്റട്ടെ, നന്നായിട്ട് വറ്റിയിട്ട് 2ാം പാലിൽ വേവിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല, ഒന്നും ആയിട്ടില്ല. ഫിഷ് കട്ട്ലറ്റ്, സോട്ടേഡ് മഷ്റൂം, സ്വീറ്റ് പൊട്ടാറ്റോ റോസ്റ്റ് ചെയ്തിട്ടൊരു സാധനം കേട്ടോ, ലാസ്റ്റ് കാണാം പ്രസൻറ്റേഷൻ. പിന്നെ നമ്മുടെ ക്യാബേജും വൈറ്റ് സോസും, അതും ഒരു പുതിയ ഡിഷാണ്. സാലഡിനുള്ള ലീവ്സ് എല്ലാം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഇപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വറ്റിച്ചാൽ മതി കേട്ടോ. ഇനി പ്രഷർ കുക്ക് ചെയ്യാം.
ഇനി മെയിനായിട്ട് ഈസ്റ്ററിൻ്റെ നമ്മൾ തലേദിവസം ആയിരിക്കുമല്ലോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കണേ. അപ്പം മട്ടൺ സ്റ്റൂ ആണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം. ഫുൾ ഉണ്ടാക്കി വെക്കാം. പൊട്ടേറ്റോവും ക്യാരറ്റൊക്കെ ആഡ് ചെയ്യണേക്കാളും മുമ്പ് നമുക്ക് ഉണ്ടാക്കി ഫ്രീസ് ചെയ്യാം. പക്ഷേ തേങ്ങ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ കുക്കറിലോട്ട് 2 കപ്പ് രണ്ടാം പാല് ഈ മട്ടൻ്റെ കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്യാം. മട്ടൺ പ്രഷർ കുക്ക് ആവട്ടെ. അപ്പോഴേക്കും നമ്മുടെ പാനക്കോട്ട തണുത്തിട്ടുണ്ട്, സെറ്റായിട്ടില്ല, തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലിം ഫിലിം വെച്ചിട്ട് മൂടിയിട്ട് ഓവർനൈറ്റ് വെക്കണം. അപ്പോഴേ നല്ലോണം സെറ്റ് ആവുള്ളൂ. നന്നായിട്ട് ഏറ്റായിട്ടായിട്ട് വെക്കാം. ഇനി രാവിലെ എടുത്താൽ മതി, അപ്പോഴേക്കും സെറ്റായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഫ്രൂട്ട് ടോപ്പിംഗ് കൊടുക്കുന്നത് ഫുൾ സെറ്റായി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. ഇനി ഒരു ഉരുളിയിൽ ഓയിൽ ചൂടാക്കാം. സവാള നന്നായിട്ട് വഴറ്റാം. അപ്പോൾ ഓയിൽ ഒഴിച്ചു. സവാള ഒരു വലിയ പിടി നീളത്തിലരിഞ്ഞത്. ഇനി നന്നായിട്ട് ബ്രൗൺ ആവാനവരെ സോട്ട് ചെയ്യും. വേപ്പില ആവശ്യത്തിന്. പച്ചമുളക് ഞാൻ ഒരു 3 കൂടി കീറിയിടുന്നുണ്ട്. ഇനി ചെറിയൊരു പിഞ്ച് ഗരം മസാല ഇപ്പം ആഡ് ചെയ്യാം. ഒരു പിഞ്ച് മതിയേ. അതുപോലെ തന്നെ പെപ്പറും അതും ഒരു പിഞ്ച്. പ്രഷർ കുക്ക് ചെയ്ത് മട്ടൺ ആഡ് ചെയ്യാം. മട്ടൺ നന്നായി വെന്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മട്ടണിൽ പിടിക്കട്ടെ. ഇനി 4 കപ്പ് കട്ടിയുള്ള തേങ്ങയുടെ പാല്. അതും നല്ല ഫ്രഷ് തേങ്ങയുടെ പാൽ തന്നെ യൂസ് ചെയ്യണേ. പിറ്റേ ദിവസത്തേക്ക് യൂസ് ചെയ്യാനുള്ള കാരണം പതിയെ സ്റ്റർ ചെയ്യുക. അപ്പം 4 കപ്പ് കട്ടിയുള്ള പാലൊഴിക്കുമ്പോൾ ഇതിങ്ങനെ ഭയങ്കര കുറുകിയിരിക്കും. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ആയതുകൊണ്ട് 2 കപ്പ് രണ്ടാം പാലും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലിരുന്നോളും. ഒന്നും കൂടി ചൂടാവട്ടെ. ഒരുപാട് കട്ടിയിലിരുന്ന ഒരു മധുരം വരും. ഇനി ചൂടാവട്ടെ നന്നായിട്ട്. ഉപ്പും കൂടി ആഡ് ചെയ്യട്ടെ. ഇനി പതിയെ ഒന്ന് തിള വരട്ടെ. ഇനി നിങ്ങൾ പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ ക്യാരറ്റും പൊട്ടേറ്റോവും ഗ്രീൻ പീസ് ഏതൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അത് അന്നത്തെ ദിവസം ആഡ് ചെയ്താൽ മതി. സ്റ്റീം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പക്ഷേ മിക്സ് ചെയ്യണത് പിറ്റേ ദിവസം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവും. പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ പൊട്ടേറ്റോയും ക്യാരറ്റും അപ്പം ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇന്ന് എടുക്കാനാണ്, അത് കാരണം ഞാൻ അത് ആഡ് ചെയ്യുക. എന്നിട്ടാണ് താളിക്കണേ. ഞാൻ കുറച്ച് കുക്ക് ചെയ്ത് ഫ്രഷ് ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി സ്റ്റൂവിൽ. പിന്നെ ഒരു ചെറിയൊരു വ്യത്യാസം വെച്ച് ചെയ്തേക്കുന്നത്, സ്റ്റൂവിലേക്ക് ഞാൻ ആഡ് ചെയ്തേക്കണേ ബേബി പൊട്ടേറ്റോസ് ആട്ടോ, മറ്റേ നോർമൽ പൊട്ടേറ്റോ അല്ല. അതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ഞാൻ അങ്ങനെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യണേ, അല്ല അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഉള്ളി ഒരു 10 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് ബ്രൗൺ ആവട്ടെ. ഉള്ളിയിലോട്ട് ചെറിയൊരു പിഞ്ച് മസാലപ്പൊടി ഗരം മസാല ആഡ് ചെയ്യുക. ചെറിയ പിഞ്ച് മതിയേ. അതുപോലെ തന്നെ പെപ്പറിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേപ്പില ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ബ്രോക്കൺ കാഷ്യൂ നട്ട്സ്. ഇതെല്ലാം നിങ്ങൾ അന്നത്തെ സ്റ്റൂ എടുക്കണ ദിവസമാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. പൊട്ടേറ്റോ ക്യാരറ്റ് ബോയിൽ ചെയ്തത് ആഡ് ചെയ്യണതും സ്റ്റൂ എടുക്കുന്ന ദിവസം, ഈ നട്ട്സ് ഈ താളിക്കലും സ്റ്റൂ എടുക്കുന്ന ദിവസം. താളിച്ചത് മേലെ ഒഴിക്കാം. ഇത്രേ ഉള്ളൂ, സ്റ്റൂ റെഡി. ഇനി അടുത്ത ഡിഷസ്. ഇനി ഈസ്റ്ററിൻ്റെ അന്നത്തേക്കാണ് തലേദിവസം ഉണ്ടാക്കി വെക്കണേന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടാറിയിട്ട് ഫ്രീസ് ചെയ്യാം മട്ടൻ സ്റ്റൂ. എന്നിട്ട് നേരത്തെ പുറത്തെടുത്ത് വെക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ ഭയങ്കര പാടായിപ്പോവും. അത്രേ ഉള്ളൂ. എന്നിട്ട് എപ്പോഴും നമ്മൾ ഉള്ളിലും കൂടി ആറിയിട്ടുണ്ടോ എന്ന് ഇളക്കി നോക്കിയിട്ട് വേണേ. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. മുകളിൽ മാത്രം ചൂടാറിയാൽ നോക്കി, ഉള്ളിൽ ചൂടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് കേടായിപ്പോയി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി കട്ട്ലറ്റ്, ഈ പ്രാവശ്യം ഈസ്റ്ററിന് ഫിഷ് കട്ട്ലറ്റാണ് പ്ലാൻ ചെയ്യണേ. അതും നമുക്ക് തലേദിവസം ഉണ്ടാക്കി ഫ്രീസ് ചെയ്യാം. ഇതിപ്പോൾ നെയ്മീൻ വെച്ചിട്ടുള്ള കട്ട്ലറ്റാണ്. ക്യാരറ്റും ആഡ് ചെയ്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ. മസാലപ്പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ പെപ്പറും പച്ചമുളകും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. റസ്ക് നമ്മൾ പൊടിക്കുമ്പോൾ ഇങ്ങനെ ആ റോൾ ചെയ്യണ ഇത് വെച്ച് റോൾ ചെയ്യണമെന്നല്ല കേട്ടോ, ഒരുപാട് പൊടിഞ്ഞു പോയി അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. ബ്രെഡായാലും യൂസ് ചെയ്യാം കോട്ടിംഗ് ആയിട്ട്. ഇനി ഒരു ബേക്ക്, പക്ഷേ എഗ്ഗിൻ്റെ പ്രിപ്പറേഷനൊന്നും ഈസ്റ്ററിന് ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം എഗ്സ് ആഡ് ചെയ്ത് ബേക്ക് ഉണ്ടാക്കാൻ പോണേ. ക്യാബേജും എഗ്സും വൈറ്റ് സോസും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ബേക്ക് ചെയ്യും. ക്യാബേജ് നന്നായിട്ട് ബട്ടറും ഗാർലിക്കും ഇട്ട് വഴറ്റി നന്നായിട്ട് വേവണം ക്യാബേജ് ഇട്ട്, അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലേ. അത് വൈറ്റ് സോസ് ആക്കിയിട്ട് വൈറ്റ് സോസിലേക്ക് ആഡ് ചെയ്തു. ഇനി ബോയിൽഡ് എഗ്സും കൂടി ആഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. എന്നിട്ട് ബേക്ക് ചെയ്യാൻ വെക്കും. ഉപ്പ് കറക്റ്റായിരിക്കണേ. ഈ ബേക്കിംഗ് ഡിഷിലോട്ട് ആഡ് ചെയ്യുക. റസ്ക്കും കൂടി ആഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുക. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ വെജ് ബേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, ഏകദേശം അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ബട്ട് ഇതിൽ ക്യാബേജും എഗ്സാണ് യൂസ് ചെയ്യണതെന്ന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാബേജ് നന്നായിട്ട് കുക്കായിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്, വൈറ്റ് സോസിൽ ആഡ് ചെയ്യാൻ. അത്രയേ ഉള്ളൂ. റസ്ക് പൊടിയും ഇതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു വരുന്നത്, ജസ്റ്റ് ആ റോൾ ചെയ്യണോണ്ടൊന്ന് ജസ്റ്റ് റോൾ ചെയ്ത് പൊടിച്ചിട്ട് ആഡ് ചെയ്താൽ മതി.
ഇതിൽ ചിലർ മോസറല്ല ചീസും കൂടി ആഡ് ചെയ്യും, ഗ്രേറ്റ് ചെയ്തത്. അതിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പിറ്റേ ദിവസം ഈസ്റ്ററിൻ്റെ അന്ന് ഈ റസ്ക് പൊടി ആഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്താൽ മതിയേ. ഈ ഡിഷ് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുക. സ്വീറ്റ് പൊട്ടേറ്റോ ദേ ഇതുപോലെ ഇത്രയും തിക്നെസ് ആയിട്ട് കട്ട് ചെയ്തു. ഇനി ഇതിന് ടോപ്പ് ചെയ്യാൻ പോകട്ടെ. സാലഡ് പോലെയൊക്കെ ഒരു സാലഡിൻ്റെ വേർഷൻ, സാലഡിൻ്റെ മിനി വേർഷൻ. ഇത് സ്വീറ്റ് പൊട്ടേറ്റോ ഒലിവ് ഓയിലും പെപ്പറും സോൾട്ടും പിന്നെ സിനമൺ പൗഡർ, അത് സിനമൺ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടോ, അത്രയും ഹണിയും കൂടി മാരിനേറ്റ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തു. ഏകദേശം ഒരു 45 മിനിറ്റ്സ് എടുത്തു കേട്ടോ, 150-ൽ റോസ്റ്റ് ആവാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം, പക്ഷേ ഈ സ്വീറ്റ് പൊട്ടേറ്റോ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഗോട്ട് ചീസാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ തോന്നുന്നു, കഴിച്ചു നോക്കിയിട്ട് പറയാം. ആൻഡ് വാൾനട്ട്സ് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തു. ആൻഡ് റോസ്മേരി ചെറിയൊരു ക്വാണ്ടിറ്റി, ഫ്രഷ് റോസ്മേരി, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ സ്വീറ്റ് പൊട്ടേറ്റോ നേരത്തെ റോസ്റ്റ് ചെയ്ത പോലെ റോസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ട്. ഞാൻ ഈ ഗ്രേവി ഈ മാരിനേറ്റ് ചെയ്ത ടേസ്റ്റ് ചെയ്തിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒലിവ് ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇത് ഡ്രിസിൽ ചെയ്യാം, അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ടേ ഇനി ഡ്രിസിൽ ചെയ്യാം. നല്ല കാരമലൈസ്ഡ് ഫ്ലേവർ ആയിട്ടുണ്ട് കേട്ടോ ഇതിന്. ഇത്തിരി ഒലിവ് ഓയിലും മധുരം വേണമെങ്കിൽ കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്യാം. സെറ്റായിട്ടുണ്ട്. ഹണി ഓവറായിട്ട് മധുരം വേണ്ട, കാരണം സ്വീറ്റ് പൊട്ടേറ്റോയിൽ മധുരം ഉണ്ട് ആക്ച്വലി. ഞാനൊരു ചെറുതായിട്ട് ഹണി ഡ്രിസിൽ ചെയ്യണല്ലേ, കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഹണി വെച്ചൊന്ന് ഞാൻ ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. അയ്യോ കുറച്ച് കൂടുതൽ ഇടും, കുഴപ്പമില്ല, തുടക്കണില്ല. ഞാൻ റോസ്മേരി വെച്ചത് മറിക്കാൻ പോവുക, പൊളിയായിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാബേജ് ആൻഡ് എഗ് ബേക്ക് ചെയ്യാൻ വെക്കട്ടെ. ഞാൻ 2-3 ടൈപ്പ് ബേക്സിൻ്റെ വെച്ചിട്ടുണ്ട്. വെജ് ബേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പ്രോൺ ബേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഈസ്റ്റർ ടൈമിൽ ട്രൈ ചെയ്യാവുന്ന കേട്ടോ. ഈ പ്രാവശ്യം ഏതെങ്കിലും പ്ലെസൻറ്റ് കളർ ഈസ്റ്റർ തീം വെക്കാൻ ഓർത്തു. അപ്പം ഞാൻ ഈ പ്രാവശ്യം യെല്ലോ വെച്ചേക്കണേ, ലൈറ്റ് യെല്ലോ. ഇത്തിരി പക്ഷേ ഡാർക്കായി. ഫ്ലവേഴ്സ് എപ്പോഴും നമ്മൾ പോട്ടിൽ വെക്കുമ്പോൾ എപ്പോഴും കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ, സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്യണം. വലിയ ഐഡിയ ഇല്ല, ബട്ട് അങ്ങനെയാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. നല്ല കളർ പക്ഷേ. ഇനി ജ്യൂസ് ഞാൻ മാംഗോ ജ്യൂസാണ് പ്ലാൻ ചെയ്തത്. ഒന്നാമത് സീസണാണ്, പിന്നെ നമ്മൾ യെല്ലോ ആണ് ടേബിളിൽ വെക്കുന്നത്. അപ്പോൾ ജ്യൂസ് തലേദിവസം ആക്കി വെക്കാനായിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ മാങ്ങ, നല്ല പഴുത്ത മാങ്ങ മിക്സിയിൽ വെള്ളവും പഞ്ചസാര ഇടാതെ ഇതുപോലെ കട്ടിക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുക. എന്നിട്ട് ഈസ്റ്ററിൻ്റെ അന്ന് പിറ്റേ ദിവസം രാവിലെ വെള്ളം ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചിട്ട് ജ്യൂസ് ആക്കുക. അതാകുമ്പോൾ ഈസിയാണ്. ഇത് കണ്ട, വെള്ളം ആഡ് ചെയ്താൽ പെട്ടെന്ന് ടേസ്റ്റ് വ്യത്യാസം വരുമേ. അപ്പോൾ ഇതുപോലെ കട്ടിയായിട്ട് വേണം ഗ്രൈൻഡ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട്. ഫിഷ് കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ എപ്പോഴും ബീഫ് കട്ട്ലറ്റൊക്കെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാം കേട്ടോ. ഫിഷ് പ്രോൺസ് നല്ല ഓപ്ഷനാണ്. ഈവൻ ക്രാബ് ഭയങ്കര നല്ല ഓപ്ഷനാണ്, പക്ഷെ അതൊരു ഇത്തിരി പണിയായി പോകും. കട്ട്ലറ്റ് എന്തായാലും ഒരെണ്ണം വേണം കേട്ടോ. ഈസ്റ്റർ ക്രിസ്മസിനൊക്കെ കട്ട്ലറ്റ് എപ്പോഴും മസ്റ്റാണ്. ഞാൻ അന്നത്തെ ദിവസം ഇതെല്ലാം കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റും തോന്നും. അന്നാ ട്രൈ ചെയ്യ് ഫിഷ് കട്ട്ലറ്റ്, നെയ്മീൻ കട്ട്ലറ്റ്, ക്യാബേജ് ആൻഡ് നമ്മുടെ എഗ് ബേക്ക്. ഇനി സാലഡ് തലേദിവസം തന്നെ ഇല കഴുകിയിട്ട് നമ്മുടെ സാലഡ് സ്പിന്നറിൽ ഇട്ടിട്ട് സ്പിൻ ചെയ്ത് വെക്കാം. നമ്മുടെ ഡ്രസ്സിങ് ഉണ്ടല്ലോ, ഡ്രസ്സിങ് തലേദിവസം റെഡിയാക്കി വെക്കുക. അപ്പോൾ ഈസിയാണ്. അപ്പോൾ ഞാനൊരു ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് കാണിച്ചു തരാം കേട്ടോ. ലൈം ഒരിക്കലും കൈ കൊണ്ട് പിഴിയരുത്, സാലഡ് ഉണ്ടാക്കുമ്പോൾ കയ്പ്പ് വരും, കുരു വീഴാൻ പാടില്ല. ലൈം സെസ്റ്റ്, സോൾട്ട്, പെപ്പർ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, ഇത്രയും ആഡ് ചെയ്തിട്ട് ക്ലിം ഫിലിം വെച്ചിട്ട് മൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നേരെ ഡ്രിസിൽ ചെയ്താൽ മതി ലീവ്സിൽ. മെയിൻ തിങ് പുളിയും നമ്മുടെ ഒലിവ് ഓയിലും പെപ്പറൊക്കെ ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവണം. എന്നിട്ട് കഴിക്കാൻ നേരത്ത് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്തും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് തന്നെ ലീവ്സിൽ ഡ്രിസിൽ ചെയ്യാം. കട്ട്ലറ്റ്സ് ധന്യയുടെ വീട്ടിലൊക്കെ മേണൈസും സവാളയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതാണ് കട്ട്ലറ്റിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അത് നല്ല ഓപ്ഷനാട്ടോ. മാംഗോ ജ്യൂസ്, പിന്നെ നമ്മുടെ റെസിപ്പി മട്ടൺ സ്റ്റൂ, ഈസ്റ്റർ സ്പെഷ്യൽ മട്ടൺ സ്റ്റൂ. പിന്നെ ഈ തിന്നായിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്ററിൻ്റെ സമയത്താണെന്ന് തോന്നുന്നത്. ഇത് കണ്ട, അതെപ്പോഴും ഇട്ടാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഈ സെയിം റെസിപ്പി യൂസ് ചെയ്യുന്നത്. നല്ല മധുരമുള്ള അപ്പം.
ഇതെല്ലാം ഇന്നിപ്പോൾ ട്രൈ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാം തന്നെ നിങ്ങൾക്ക് തലേദിവസം റെഡിയാക്കി വെക്കാം. പാനക്കോട്ട ഞാൻ ഇത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അതിൻ്റെ ടോപ്പിംഗ് ഉണ്ടാക്കാനുണ്ട്. അതെപ്പോഴും ലാസ്റ്റ് 1 hour മുമ്പ് നമ്മൾ സെർവ് ചെയ്യണമെങ്കിലും 1 hour മുമ്പ് അതിൻ്റെ ടോപ്പിങ്സ് ഉണ്ടാക്കണ്ടേ. കട്ട്ലറ്റ് ആദ്യം ട്രൈ ചെയ്യട്ടെ കേട്ടോ. കുറേ നാളെ ഞങ്ങൾ ഈ ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ട് വിത്ത് മേനൈസ് ആൻഡ് അനിയൻ. മേയോ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി ഈ ഫിഷ് കട്ട്ലറ്റ്. ഈ പ്രാവശ്യം കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഡിപ്പ് ഇത് തന്നെ ഉണ്ടാക്കണേ, അനിയനും മേനൈസും. ഏത് മേനൈസായാലും യൂസ് ചെയ്താൽ മതി. ഇനി എൻ്റെ പുതിയ ഡിഷ് ഒന്ന് ട്രൈ ചെയ്യട്ടെ. സ്വീറ്റ് പൊട്ടറ്റോ, ഗോട്ട് ചീസ്, റോസ്റ്റഡ് വാൾനട്ട്സ്. ഇതിന് മധുരം ഉള്ളതാട്ടോ നല്ലത്. അപ്പോൾ ഡ്രിസിൽ ചെയ്തോ ഹണി. അതിന് സിനമൺ ഫ്ലേവറൊക്കെ വരുന്ന കാരണം നല്ല. ഇനി നമ്മുടെ ബേക്ക് വിത്ത് എഗ്സ് ആൻഡ് ക്യാബേജ്. ഇതിൽ നല്ലോണം ചീസിൻ്റെ ഫ്ലേവർ ഉള്ളതാട്ടോ നല്ലത്. ബിക്കോസ് ക്യാബേജ് ആയതുകൊണ്ട് എന്തൊക്കെയാലും ചെറിയൊരു നാടൻ ടേസ്റ്റ് തോന്നും. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ ചീസിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് നല്ലത്. ഈ ബേക്സിൻ്റെ കൂടെയാണ് എനിക്ക് എപ്പോഴും ലീവ്സ് ഭയങ്കര ഇഷ്ടം. അതാണ് എപ്പോഴും സാലഡ്സ് ഉണ്ടാക്കും, പക്ഷേ എപ്പോഴും ബേക്കിൻ്റെ കൂടെ പെയർ ചെയ്യാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ബൺ തന്നെ ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പം ഇവിടെ എനിക്ക് മാത്രം ബണ്ണും ബ്രെഡൊക്കെ ഇഷ്ടം സ്റ്റൂവിൻ്റെ കൂടെ. എൻ്റെ കുറേ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്രെഡും ബണ്ണൊക്കെ ആയിട്ട് ട്രൈ ചെയ്യണം. ബട്ട് ഇവിടെ എല്ലാവർക്കും അപ്പമാണ് ഫേവറേറ്റ്. ആൻഡ് സ്റ്റൂ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ആൻഡ് റെസിപ്പീസ് എല്ലാവരുടെയും സെയിം ആണെങ്കിലും ഈ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഈ ഒരു മമ്മിയുടെ റെസിപ്പിയിലെ പോലെ എൻ്റെ ജിജോയുടെ മമ്മിയുടെ റെസിപ്പി പോലെ ഉണ്ടാക്കുമ്പോഴേ വരാറുള്ളൂ. കാരണം കൂടുതലും ഇങ്ങനെ ഒരു അനിയൻസ് ബ്രൗൺ ചെയ്ത ടേസ്റ്റാണ്. മട്ടൺ നല്ലതായിരിക്കണം. പക്ഷേ എൻ്റെ വീക്ക്ലി പ്രെപ്പ് വീഡിയോയിലൊക്കെ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഇപ്പം നേരത്തെയൊക്കെ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യുന്ന രീതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ചെക്ക് ചെയ്താൽ മതി. ലേറ്റസ്റ്റ് ആയിട്ടിട്ടേക്കണ വീക്ക്ലി പ്രെപ്പ് വീഡിയോയിൽ. മഷ്റൂം ട്രൈ ചെയ്യാൻ മറന്നുപോയി. ബട്ടൺ മഷ്റൂം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കോളിയൊക്കെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സോട്ടേഡ് വെജീസ് എന്തെങ്കിലും വേണം. ഇന്നിപ്പോൾ പ്ലാൻ ചെയ്യാൻ കാരണം വൈകിട്ട് ഇത് റോളാക്കും ചപ്പാത്തിയിൽ. പനക്കോട്ട ശരിക്കും ഓവർനൈറ്റ് വെക്കണം നല്ല സെറ്റ് ആവാനായിട്ട്. ഇതിപ്പോൾ ഒരു 7 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. ഞാൻ സ്ട്രോബെറിയും മാംഗോയുടെയും ടോപ്പിംഗ് കൊടുക്കാൻ പോണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കൊടുക്കാം. അതുകൊണ്ട് വേണമെങ്കിൽ ഓരോ ബോളിലും ഡിഫറെൻറ്റ് ഫ്രൂട്ട്സിൻ്റെ ടോപ്പിംഗ് കൊടുക്കാം. സ്ട്രോബെറീസിലോട്ട് ബാൽസമിക് വിനീഗർ, ഷുഗർ ആൻഡ് ചെറിയൊരു ക്വാണ്ടിറ്റി പെപ്പർ. ഭയങ്കര ചെറിയ ക്വാണ്ടിറ്റി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഇതെപ്പോഴും ഈ സ്ട്രോബെറീസിൻ്റെ ഇത് എപ്പോഴും റെഡിയാക്കണത് നമ്മൾ സെർവ് ചെയ്യണേക്കാളും 1/2 മണിക്കൂർ മുമ്പ് വേണേ, അല്ലെങ്കിൽ ഭയങ്കര വാട്ടറി ആയിപ്പോവും. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക ഷുഗറൊക്കെ. ഇത് മാംഗോ പ്യൂരേ, നല്ല പഴുത്ത മാങ്ങ മിക്സിയിൽ വെള്ളമില്ലാണ്ട് അടിച്ചു, ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട്. ഇനി ഇതാണ് ടോപ്പിംഗ് കൊടുക്കാൻ പോണേ കേട്ടോ. ഇനി നമ്മൾ ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്ത് പാനക്കോട്ടയിലോട്ട് നമ്മുടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം 1/2 മണിക്കൂർ മുമ്പ്. സെർവ് ചെയ്യണേക്കാൾ 1/2 മണിക്കൂർ മുമ്പ്. അതുവരെ ഈ ഫ്രൂട്ട്സും സെപ്പറേറ്റ് ആയിട്ട് റെഫ്രിജറേറ്റ് ചെയ്യണേ. ആദ്യം സ്ട്രോബെറി, ഇത് സെറ്റായിട്ടില്ലെങ്കിൽ താഴോട്ട് പോകും, അതാണ് പ്രശ്നം. മാംഗോ പ്യൂരേ, ഇതിൽ കുറച്ച് പീസസും കൂടി ആഡ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. മാംഗോ പീസസ് പക്ഷെ തീർന്നു പോയി മാങ്ങ. ഞാൻ സ്ട്രോബെറി ട്രൈ ചെയ്യാം കേട്ടോ. കുറച്ചും കൂടി സെറ്റാവാനുണ്ട്, രാവിലത്തേക്ക് സെറ്റാവുള്ളൂ. കുറച്ചുകൂടി സെറ്റാവാനുണ്ട്. സെറ്റായില്ലെങ്കിലും ഭയങ്കര ലൈറ്റാണിത്, അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾ പണ്ട് എപ്പോഴും ഉണ്ടാക്കാൻ മെയിൻ കാരണം അതായിരുന്നു. മധുരം കറക്റ്റാ, നല്ല ടേസ്റ്റ്, ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. സെറ്റാവണം പക്ഷെ കുറച്ചുകൂടി. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള ഡിഷസൊക്കെ ട്രൈ ചെയ്യാം. ഞാൻ മിക്ക ഡിഷസിന് റെസിപ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രോൺ ബേക്കൊക്കെ ഇട്ടിട്ടുണ്ട്, അതെല്ലാം ട്രൈ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് സാലഡിൻ്റെ വേർഷനിൽ സീസർ സാലഡ് ഇട്ടിട്ടുണ്ട്, റഷ്യൻ സാലഡ് ഇട്ടിട്ടുണ്ട്, അങ്ങനെ കുറച്ച് സാലഡ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബൈ, ഹാപ്പി ഈസ്റ്റർ.